റബീഉൽ അവ്വലായാ തുടങ്ങി ഈമാനില്ലാത്ത മനുഷ്യന്മാര് നബിദിനത്തിനെതിരെ പ്രസംഗിക്കുന്നത്. എന്താണ് നബിദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, എന്താണത്? അത് അള്ളാഹുവിന്റെ ഹബീബിൽ സന്തോഷിക്കലാണ്. സിദ്ദീഖുൽ അക്ബർ നബിദിനം കഴിച്ചിരുന്നു. സിദ്ദീഖുൽ അക്ബർ എൻ്റെ കടപ്പുറത്ത് സമ്മേളനം കഴിച്ചിരുന്നു. ഇസ്ലാമിന്റെ 1-ാം വാർഷികം, കേരള നദ്വത്തുൽ മുജാഹിദിന്റെ 12-ാം വാർഷികം, 24-100-ാം വാർഷികം, ഇതൊക്കെ സിദ്ദീഖുൽ അക്ബർ കഴിച്ചിരുന്നു. കടപ്പുറമില്ലാത്തതുകൊണ്ട് ജിദ്ദ ഭാഗത്തേക്കാണ് പോയിട്ട് ഒരു സമ്മേളനം കഴിച്ചിരുന്നു. അവിടെ എന്താണ് ചങ്ങായി സിദ്ദീഖുൽ അക്ബർ ഇല്ലാത്ത? വേറുള്ളവർക്കൊക്കെ ഒരു സിദ്ദീഖുൽ അക്ബർ, ഇവിടെ എന്താ സിദ്ദീഖുൽ അക്ബർ ഇല്ലാഞ്ഞു? അതായത് ഇവിടെ നബിദിനത്തിൽ മാത്രം ഇങ്ങനെ. സിദ്ദീഖിന്റെ കാലത്ത്, റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ഖുർആൻ തജ്വീദ് മത്സരം ഉണ്ടോ? ഇന്ന് ലോകത്ത് ഇന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഖുർആൻ മത്സരം നടക്കുന്നുണ്ടോ? എനിക്ക് വലിയ പൈസ എടാ, ഖുർആൻ പാരായണ മത്സരങ്ങളൊക്കെ നടത്തുന്നില്ലേ? നിങ്ങളെ രാജാക്കന്മാര്, സൂജാമോളായ രാജാക്കന്മാർ നടത്തുന്നില്ലേ? കോടിക്കണക്കാർ സമ്മാനം കൊടുക്കണില്ലേ? മുസ്തഫ നബിന്റെ കാലത്തുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്തുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്തുണ്ടോ? അലിയുൽ മുർത്തദാന്റെ കാലത്തുണ്ടോ? റളിയല്ലാഹു അൻഹു ഉത്തമമായ 3 നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ മത്സരം നടന്നിട്ടുണ്ടോ? എന്നാ ഇന്ന് നടത്തുന്ന തെറ്റില്ല. പക്ഷെ അതേ സമയത്ത് അന്നില്ലാത്ത പലതും ഇന്നുണ്ട്. ഒന്നും തെറ്റല്ല. അന്ന് കഴിയില്ല. അന്ന് അതിലേക്ക് ആകർഷിപ്പിക്കാൻ അതിന്റെ ആവശ്യമില്ല. അന്ന് അതിന്റെ ആളുകളാണ് അവര്. എന്തുകൊണ്ടാണ് ഇന്ന് ഖുർആൻ നമ്മൾ മത്സരം നടത്തേണ്ടി വരുന്നത്? അതിലേക്ക് ജനങ്ങളെ ആകർഷിച്ച് അതിന്റെ ആളുകളാക്കി മാറ്റിയ. പണ്ടോ സ്വഹാബത്തിന്റെ കാലത്ത് അവരെ മത്സരം നടത്തി ആകർഷിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരതിന്റെ ആളുകളാണ്. വഹാബി ജാഹില് റബീഉൽ അവ്വൽ. നമുക്ക് 2 ആധാരങ്ങളാണുള്ളത്. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ, ഒന്ന് പരിശുദ്ധ ഖുർആനും. ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് ആ 2 മുറുകെ പിടിക്കുന്ന കാര്യത്തോളം നിങ്ങൾ പിഴക്കില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. കിതാബിന്റെ മാസമാണ് ഏത്? റമളാൻ. ഹബീബ നബിയുടെ മാസമാണ് ഏത്? റബീഉൽ അവ്വൽ. അപ്പൊ ജനങ്ങളിൽ എത്തിക്കാൻ ഒരു മാധ്യമമാണത്.